Hi everyone, welcome to Krish Talks. കലൈഡോസ്കോപ്പിലെ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ക്രെഡിറ്റിംഗ് പോയട്രി, എഴുതിയിരിക്കുന്നത് സീമസ് ഹീനെ. അപ്പോൾ ഇത് നമ്മുടെ കലൈഡോസ്കോപ്പിലെ അവസാനത്തെ പാഠഭാഗമാണ്. ഇതിന് മുൻപുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ബാക്കി വീഡിയോസ് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. ഈ ഒരു പാഠഭാഗം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാനായിട്ട്. കാരണം കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നും പറയുന്ന പോലെയാണ്. ഒരു പ്രസംഗമാണിത്. നമ്മുടെ റൈറ്ററായിട്ടുള്ള സീമസ് ഹീനി നോബൽ പ്രൈസ് വാങ്ങാനായിട്ട് പോയ സമയത്ത് പറയുന്ന ഒരു പ്രസംഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാക്സിമം ചുരുക്കി പോയിന്റ് വൈസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം റൈറ്ററിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഹി ഓതേർഡ് മോർ ദാൻ 24 വോളിയൂംസ് ഓഫ് പോയട്രി. കവിതകളാണ് കൂടുതൽ എഴുതുന്നത്. അപ്പോൾ 24 വോളിയൂംസ് ഓഫ് പോയട്രി ഒക്കെ അദ്ദേഹം ഓതർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോർത്തും പിന്നെ സീയിങ് തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് MCQനൊക്കെ ഉപകാരപ്പെടും. ഇനി അദ്ദേഹത്തിൻ്റെ സ്പീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ റെഡിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഹി വൺ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1995. 1995 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ക്രെഡിറ്റിംഗ് പോയിട്രി ഇസ് ദ ലെക്ചർ ഹി ഡെലിവേർഡ് അറ്റ് സ്വീഡിഷ് അക്കാഡമി വെൻ ഹി ഗോട്ട് ദ നോബൽ പ്രൈസ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ക്രെഡിറ്റിംഗ് പോയിട്രി എന്ന് പറയുന്ന പാഠഭാഗം അദ്ദേഹം നോബൽ പ്രൈസ് വാങ്ങാനായിട്ട് സ്വീഡിഷ് അക്കാഡമിയിൽ പോയപ്പോൾ നടത്തിയ ഒരു പ്രസംഗമാണ്. ലെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗം എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. Okay, then in the speech here, Heaney discusses his experiences of growing up in a protected prehistorical pre-literate setting in the rural farmstead. അതായത് ഈ ഒരു പ്രസംഗത്തിലെ ആദ്യത്തെ ഭാഗത്തൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിനെ കുറിച്ചാണ്. അതായത് ചെറുപ്പകാലം. അദ്ദേഹം ഒരു ഗ്രാമീണ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ വളരെ സുരക്ഷിതമായിട്ട് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ച് വളരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ദെൻ he also sees how the language emanating from the radio and later poetry becomes his stepping stones to a larger consciousness of history. അതായത് അദ്ദേഹം കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്താണ് യുദ്ധമൊക്കെ നടക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊന്നും ആൾക്ക് മനസ്സിലായിരുന്നില്ല. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, ഇത് എത്രത്തോളം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ആൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയോ വിവരമോ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോകാത്ത സമയമായതുകൊണ്ട് തന്നെ പത്രത്തിൽ നിന്നൊക്കെ വായിച്ചെടുക്കാനുള്ള അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ കേൾക്കുന്നത് വീട്ടിലുള്ള റേഡിയോ ആണ്. അപ്പോൾ ആ ഒരു റേഡിയോയിലൂടെ യുദ്ധത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ആ ആർജയുടെ സൗണ്ടൊക്കെ ഇങ്ങനെ മാറുന്നതായിട്ട് കുറച്ച് സീരിയസ്നെസ് ഒക്കെ കൊടുത്ത് പറയുന്നതൊക്കെ ആയിട്ട് മനസ്സിലായിരുന്നു. പക്ഷേ എത്രത്തോളം ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു, എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊന്നും മനസ്സിലാക്കാനുള്ള അറിവ് നമ്മുടെ റൈറ്റർക്ക് അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഡിയോയിൽ നിന്നാണ് ആക്ച്വലി ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നത്. അവർ സംസാരിക്കുന്ന രീതി കേട്ടിട്ടും ഒക്കെ ഭാഷയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത് റേഡിയോ കേട്ടിട്ടാണ്. അതേപോലെ തന്നെ പിന്നീട് പോയട്രിയിലേക്ക് വരുന്നു. കവിതകൾ, ഒരുപാട് കവികളുടെ കവിതകളൊക്കെ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ കവിതകളാണ് ആക്ച്വലി അദ്ദേഹത്തിന് ഓരോ ചവിട്ടുപടികളായിട്ട് ജീവിതത്തിൽ മാറിയിട്ടുള്ളത് എന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാം. Then he gives credit to poetry for enabling him to speak out his experiences and the experiences of compatriots living through an era of violence. അതായത് അദ്ദേഹം കവിതകളെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം താൻ ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, തൻ്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് കവിതകളാണ്. കവിതകൾ എഴുതിയത് മൂലം അല്ലെങ്കിൽ അത് എഴുതിയിട്ട് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ തനിക്ക് ഇന്ന് ഇത്രയും സംസാരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ക്രെഡിറ്റും കവിതകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഹി ട്രേസസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് പോയട്രി. ആ ഒരു പോയട്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എത്രത്തോളം ഈ ഒരു കവിതകൾ ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കവിതകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ
ഇതിൽ കണ്ടൻസ് ഓഫ് ഹിസ് സ്പീച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്പീച്ചിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഒന്നാമത് ഫസ്റ്റ് തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിനെ കുറിച്ചാണ്. ദെൻ റേഡിയോ സിഗ്നലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം റേഡിയോയ്ക്ക് ഈ ഒരു പ്രസംഗത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ റേഡിയോനെ കുറിച്ച് പറയുന്നു, റേഡിയോ സിഗ്നലുകളെ കുറിച്ച് പറയുന്നു, റേഡിയോയിലൂടെ അദ്ദേഹം ലാംഗ്വേജ് നന്നായിട്ട് ബിൽഡ് ചെയ്തു എന്നുള്ളൊരു കാര്യം പറയുന്നു. അപ്പോൾ റേഡിയോയ്ക്ക് നമ്മുടെ ഈ ഒരു സ്പീച്ചിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ വർക്ക്സ് ഓഫ് ഡിഫറെൻറ്റ് പോയിറ്റ്സ്. അതായത് പല കവികൾ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ഒരുപാട് കവിതകൾ വായിക്കാനും ഒക്കെ. അപ്പോൾ ഒരുപാട് ഫേവറേറ്റ് പോയിറ്റ്സ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ആ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ ആളുടെ നാട്ടിൽ നടന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു കൊലപാതകത്തെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഒഡീസിയസിൻ്റെ ഒരു കാര്യം കണക്ട് ചെയ്ത് ഇതിൽ പറയുന്നുണ്ട്. ലിറിക് പോയട്രീനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്. കണ്ടോ, എല്ലാം ഡിഫറെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം, എന്തായാലും 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് അബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ് ടൈമിനെ കുറിച്ചാണ് കേട്ടോ. ഹി വാസ് ബോൺ ഇൻ 1939, the year in which the Second World War started. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. In the early 1940s, when the war was raging, he was too small to think about the war and its casualties. അതായത് യുദ്ധമൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാനോ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാനൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അതിനുള്ള ഒരു വിവരം അന്നില്ലായിരുന്നു. ഹി വാസ് പ്രീ ലിറ്ററേറ്റ് ആൻഡ് സോ ഹി കുഡ് നോട്ട് റീഡ് എനിത്തിങ് അബൌട്ട് ദി വാർ. ആ ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കാത്ത സമയമായതുകൊണ്ട് തന്നെ ഒന്നും യുദ്ധങ്ങളെക്കുറിച്ച് വായിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ദർ ആർ മെനി മെമ്പേഴ്സ് ഇൻ ഹിസ് ഫാമിലി. ദി ക്രൗഡഡ് ടുഗെദർ ഇൻ 3 rooms ഓഫ് ട്രഡീഷണൽ thatched farmstead and lived a kind of den life which was more or less emotionally and intellectually proved against the outside world. അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു വീട്ടിലാണ്. ആ ഒരു വീട്ടിൽ 3 മുറികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പണ്ടത്തെ രീതിയിൽ മേഞ്ഞ വീടൊക്കെ ആയിരുന്നു കേട്ടോ. താച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഞ്ഞ വീടായിരുന്നു. അപ്പോൾ ആ ഒരു വീട്ടിലാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ it was an intimate physical creaturely existence in which the night sound of the horse in the stable beyond one bedroom wall mingled with the sound of adult conversation from the kitchen beyond the other. അതായത് എല്ലാവരും വളരെയധികം അടുപ്പത്തിലും സ്നേഹത്തിലുമാണ് ഒരൊറ്റൊരു വീട്ടിൽ, കൂട്ടുകുടുംബമായിരുന്നു. ആ ഒരൊറ്റൊരു വീട്ടിൽ അവരെല്ലാവരും താമസിച്ചു പോയിരുന്നത്. അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ കുതിരാലയം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റേബിളിൽ നിന്ന് കുതിരകളുടെ ശബ്ദം കേൾക്കുമായിരുന്നു. പിന്നെ ഇവർ കുട്ടികളൊക്കെ രാത്രി മുറിയിൽ കിടക്കുന്ന സമയത്ത്, ചെറിയൊരു വീടാണല്ലോ, എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ. അപ്പോൾ കിച്ചണിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് മുറിയിലേക്ക് കേൾക്കാം. അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു ചുമരിനപ്പുറത്തായിരിക്കും കിച്ചണൊക്കെ. അപ്പോൾ അവിടെ മുതിർന്നവരിരുന്ന് സംസാരിക്കുന്നതൊക്കെ കുട്ടികൾ ഇവർ മുറിയിൽ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞ് കേൾക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അവർ വാറിനെ കുറിച്ച് പറയുന്നതും ഇവർക്ക് അതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല, എന്നാൽ ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഇവർ ഇങ്ങനെ കേൾക്കുമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ഇനി അടുത്തൊരു പോർഷനാണ്. അപ്പോൾ ചൈൽഡ്ഹുഡ് ടൈമിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ദെൻ അടുത്തത് പറയുന്നത് റേഡിയോ സിഗ്നലുകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആക്ച്വലി നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എപ്പോഴും റേഡിയോ വെക്കുമായിരുന്നു. റേഡിയോയിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരുന്നത്. പിന്നീട് നമ്മളിങ്ങനെ സിഗ്നൽ ഇങ്ങനെ മാറ്റുന്നതനുസരിച്ച് അവരുടെ ഭാഷയിലും സ്ലാങ്ങിലും അല്ലെങ്കിൽ അവർ പറയുന്ന രീതികളിലും ഒക്കെ വരുന്ന വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റേഡിയോ സിഗ്നലുകൾ എങ്ങനെയാണ് വന്നിരുന്നതെന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ ഒരു സിഗ്നൽ വന്ന വഴിയാണ് ഇനി പറയുന്നത്. വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ദ ബീച്ച് ട്രീസ് ഇറ്റ് ഓൾസോ സ്റ്റിഡ് ആൻ ഏരിയൽ വയർ അറ്റാച്ച് ദ ടോപ്പ് മോസ്റ്റ് ബ്രാഞ്ച് ഓഫ് ദി ചെസ്നട്ട് ട്രീ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരു ചെസ്നട്ട് ട്രീയിൽ അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കണക്ഷൻ കിട്ടാൻ, സിഗ്നൽ കിട്ടാൻ വേണ്ടി ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ്റടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇളകും എന്നാണ് പറയുന്നത്. കണക്ഷൻ ഫ്രം ദ ഏരിയൽ വയർ വാസ് ബ്രോട്ട് ഇൻ ടു ദ വയർലെസ് സെറ്റ് ഇൻ ദ റൂം ത്രൂ എ ഹോൾ മെയ്ഡ് ഇൻ ദ കോർണർ ഓഫ് ദി കിച്ചൺ വിൻഡോ. അപ്പോൾ അതിൽ നിന്ന്
അവിടെ നിന്ന് ഇവരുടെ കിച്ചണിൻ്റെ വിൻഡോൻ്റെ അടുത്തൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ ഒരു വയറൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇവരുടെ മുറിയുടെ അടുത്തുള്ള ഒരു എന്താ പറയുക കിച്ചണിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് റേഡിയോ വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു റേഡിയോയിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. ഫ്രം ദ വയർലെസ് സെറ്റ് came various sounds as the news reader read the news. ന്യൂസ് റീഡ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ശബ്ദങ്ങൾ അതിൽ നിന്ന് വരാറുണ്ട്. ദിസ് ദ എയർ എറൗണ്ട് ആൻഡ് എബവ് വാസ് എലൈവ് ആൻഡ് സിഗ്നലിംഗ്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു റേഡിയോ സിഗ്നലിങ്ങിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ റേഡിയോയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിരുന്നത് എന്ന് പറയുന്നു. ദെൻ ഇനി പറയുന്നത് അദ്ദേഹത്തിന് മറ്റുള്ള കവികളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഏതൊക്കെ പോയിറ്റ്സിനെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു, ഏതൊക്കെ കവിതകൾ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. In this speech, he discusses his relationship with the works of different poets. Even as a schoolboy, he loved ജോൺ കീറ്റ്സ് ഓഡ് ടു ഓട്ടം. ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ടു ഓട്ടം എന്ന് പറയുന്ന കവിത അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ പോയിറ്റിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ വർക്കും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ടു ഓട്ടം എന്നുള്ള കവിതയാണ് സ്കൂൾ ബോയ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞൊരു അഡൽഹുഡ് സമയത്ത് കുറച്ചും കൂടി ഒന്ന് വലുതായപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടായിരുന്നത് ജെറാൾഡ് മാൻലി ഹോപ്കിൻസിൻ്റെ കവിതകളായിരുന്നു കേട്ടോ. ഓക്കെ, ദെൻ അതിനുശേഷം ഹി ലവ്ഡ് റോബർട്ട് ഫ്രോസ്റ്റ് ഫോർ ഹിസ് ഫാമേഴ്സ് ആക്യുറസി ആൻഡ് ഹിസ് റിയലി ഡൗൺ ടു എർത്ത്നെസ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതകൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹം കൂടുതൽ എഴുതിയിരുന്നത് കർഷകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കവിതകളൊക്കെ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു തൻ്റെ ജീവിതമായിട്ട്. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതകൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ദെൻ അതിനുശേഷം ലേറ്റർ ഓൺ വി വുഡ് ഫൈൻഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്യുറസി, എ മോറൽ ഡൗൺ ടു എർത്ത്നെസ് ടു വിച്ച് ഹി റെസ്പോണ്ടഡ് ഡീപ്ലി ഇൻ വാർ പോയട്രി ഓഫ് വിൽഫ്രെഡ് ഓവൻ. ദെൻ നെക്സ്റ്റ് പറയുന്നത് വിൽഫ്രെഡ് ഓവൻ ആണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ അക്കാലത്ത് വളരെയധികം പ്രസക്തിയുള്ള കവിതകളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇഷ്ടമാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എലിസബത്ത് ബിഷപ്പിൻ്റെ എഴുത്ത് രീതികളൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെയും കുറച്ച് പേരെ പറയുന്നുണ്ട്, റോബർട്ട് ലോവൽസ്, പിന്നെ അതേപോലെ തന്നെ പെട്രിക്കിൻ്റെ ഒരു പോയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സോ ഇത്രയും റൈറ്റേഴ്സിൻ്റെ കവിതകൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ രീതികൾ, എഴുതുന്ന രീതികൾ ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റീനെ കുറിച്ച് എഴുതുന്നത് നമുക്കത് വായിക്കുമ്പോൾ കുറച്ചൊന്ന് കണക്ട് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ അത്തരത്തിൽ റിയാലിറ്റീനെ ബേസ് ചെയ്ത് എഴുതുന്ന കവിതകളാണ് അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള കവികളെയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സോ ഈ ഒരു ഏരിയ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന റൈറ്റേഴ്സിന്റെ പേരൊക്കെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഈ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ലിറിക് പോയട്രീനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ലിറിക് പോയട്രി എന്താണ് എന്ന് ഞാനൊന്ന് ആദ്യം ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ കവിതകൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കവിതകളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ലിറിക് പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് എക്സ്പ്രസസ് പേഴ്സണൽ ഇമോഷണൽ ഓഫ് ഫീലിങ്സ്, അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സിനെയൊക്കെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കവിതകളെയാണ് നമ്മൾ ലിറിക് പോയട്രി എന്ന് വിളിക്കുന്നത്. അതായത് മനുഷ്യവികാരങ്ങളെ തുറന്നടിച്ചെഴുതുന്ന കവിതകൾ നമുക്ക് വായിക്കും, അത് നമ്മുടെ എന്താ പറയുക ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കവിതകളെയാണ് ലിറിക് പോയട്രി എന്ന് പറയുക. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ഇഷ്ടമായിരുന്നു ലിറിക് പോയട്രികൾ എന്നാണ് പറയുന്നത്. ദർ ഇസ് അനദർ കൈൻഡ് ഓഫ് അഡിക്വസി വിച്ച് ഇസ് സ്പെസിഫിക് ടു ലിറിക് പോയട്രി. ഈ ഒരു ലിറിക് പോയട്രിക്ക് പ്രത്യേക സവിശേഷതകളുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് മച്ച് ടു ഡു വിത്ത് ദ എനർജി റിയലൈസ്ഡ് ബൈ ലിംഗ്വിസ്റ്റിക് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ഇൻ ഫാക്ട് ഇൻ ലിറിക് പോയട്രി truthfulness becomes recognizable as a ring of truth within the medium itself. This truth can be found poets like Emily Dickinson, Paul Celan and John Keats. നമ്മുടെ ലിറിക് കവിതകളുടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. വാക്കുകളെ വിഭജിക്കാനും പിന്നെ അതിനുശേഷം അതായത് വാക്കുകളെ ഇങ്ങനെ കട്ട് ചെയ്യാനും പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനൊക്കെയുള്ള ഒരു പ്രത്യേക കഴിവ് ലിറിക് കവിതകൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കൂടാതെ തന്നെ കവിതയുടെ ഒരു സംഗീതാത്മകത അല്ലെങ്കിൽ അതിൻ്റെ ടോൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാസം അതൊക്കെ വളരെ സത്യസന്ധമായിട്ട് കവിതയ്ക്ക് പകർന്നു നൽകുന്ന കവിതകളെയാണ് ലിറിക് കവിതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ലിറിക് കവിതകളുടെ ഒരു പ്രത്യേകമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കി
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ലിറിക് കവിതകൾ എഴുതുന്ന പോയിറ്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്: എമിലി ഡിക്കിൻസൺ, പോൾ സെലിൻ ആൻഡ് ജോൺ കീറ്റ്സ്. അപ്പോൾ ഇവരുടെയൊക്കെ കവിതകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഇമോഷൻസ്, ഫീലിങ്സ് കണക്ട് ചെയ്ത് എഴുതുന്ന ലിറിക് കവിതകളാണ് ഇവരൊക്കെ കൂടുതൽ എഴുതാറുള്ളത്. അപ്പോൾ ഇവരുടെ കവിതകളിൽ നിന്ന് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ എനിക്ക് ലിറിക് കവിതകൾ ഒത്തിരി ഇഷ്ടമാണ് എന്നാണ് നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിറിക്കിനെ കുറിച്ച് പറഞ്ഞു, റിലേഷൻഷിപ്പ്, റേഡിയോ സിഗ്നലിംഗ്, നമുക്കിതിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ടിക്കിടാമേ. ഓക്കെ, അപ്പോൾ ഞാൻ എബൌട്ട് ഹിസ് ചൈൽഡ്ഹുഡ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. പിന്നെ റേഡിയോ സിഗ്നലിങ്ങിനെ കുറിച്ച് പറഞ്ഞു, റിലേഷൻഷിപ്പ് വിത്ത് ദ വർക്ക്സ് ഓഫ് ഡിഫറെൻറ്റ് പോയിറ്റ്സ് പറഞ്ഞു, ലിറിക് പോയിട്രി പറഞ്ഞു. ഇനി ബാക്കി 2 കാര്യങ്ങൾ, ഹിസ്റ്റോറിക്കൽ ഈവൻറ്റും ഒഡീസിയസും. ഇത് ഞാൻ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ സെക്ഷനിൽ നമുക്കിത് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് കിടക്കാം. അവിടെ വെച്ചിട്ട് ഞാൻ ഈ 2 നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ്: ഹൗ ഡസ് ഹീനി ഡിസ്ക്രൈബ് ഹിസ് ചൈൽഡ്ഹുഡ് ഹോം? ചൈൽഡ്ഹുഡ് ഹോമിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഹിസ് ചൈൽഡ്ഹുഡ് ഹോം എ ട്രഡീഷണൽ ടാച്ച്ഡ് ഫാംസ്റ്റഡ് വിത്ത് 3 റൂംസ്, 3 മുറികളുള്ള മേഞ്ഞ ഒരു പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ ഒരു വീടായിരുന്നു. ഇറ്റ് വാസ് വെരി ക്രൗഡഡ്. ദ ചിൽഡ്രൻ ലീവ്ഡ് ദർ എ കൈൻഡ് ഓഫ് ഡെൻ ലൈഫ്. ഒരു പെട്ടിക്കൂടിനുള്ളിൽ ഇട്ട പോലെയുള്ള ഒരു ജീവിതമായിരുന്നു അവരുടെ. കാരണം എല്ലാവരും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഒരു വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ആൻ ഇൻറ്റിമേറ്റ് ഫിസിക്കൽ creaturely existence in which the night sounds of the house in the stable beyond one bedroom wall mingled with the sounds of adult conversation from the kitchen. അപ്പോൾ അവിടെ രാത്രി സമയത്തൊക്കെ കുതിരാലയത്തിൽ നിന്ന് കുതിരകളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. ഒരു ചുമരിനപ്പുറത്ത് മുതിർന്നവർ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വളരെ സന്തോഷപൂർവ്വം, വളരെ അടുപ്പത്തോടു കൂടിയിട്ടാണ് അവരെല്ലാവരും ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം, ലാസ്റ്റ് കുറച്ച് പോയിന്റ്സും കൂടി പറഞ്ഞു തരാനുണ്ട് കേട്ടോ നമ്മുടെ പാഠഭാഗത്തിൻ്റെ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. രണ്ടാമത്തെ ചോദ്യം: ഹൗ വാസ് ദ എയർ അറൗണ്ട് ആൻഡ് എബവ് എ ലൈവ് ആൻഡ് സിഗ്നലിംഗ്? അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ബീച്ചിൻ്റെ അടുത്തുള്ള ആ ഒരു മരത്തിൽ ഏരിയയിൽ കണക്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു കിച്ചൻ്റെ വിൻഡോൻ്റെ ഹോളിൽ കൂടെ വയറ് വലിച്ചിട്ട് ആണ് റേഡിയോയിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്നത് എന്നുള്ള കാര്യം. അതാണ് സെക്കൻഡ് ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ മൂന്നാമത്തെ ചോദ്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് പറയാനുണ്ടെന്ന്, ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത്. വാട്ട് ഹിസ്റ്റോറിക്കൽ ഇവന്റ് ഈസ് ഹീനി റെഫറിങ് ടു വെൻ ദ മെൻഷൻ the all history of the harrowing of the herd in Northern Ireland? നോർത്തേൺ അയർലൻഡിലാണ് നമ്മുടെ റൈറ്റർ ജനിച്ച് വളരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇറ്റ് വാസ് ദ കില്ലിംഗ് ഓഫ് വർക്കേഴ്സ് ഹു വർ റിട്ടേണിംഗ് ഹോം ഇൻ എ മിനി ബസ് ഓൺ 1 ജനുവരി ഈവനിങ് 1976. ഒരു ജനുവരി മാസം 1976 ഒരുപാട് വർക്കേഴ്സ് ജോലി കഴിഞ്ഞ് ഒരു മിനി ബസ്സിൽ തിരിച്ച് ഇവരുടെ നാട്ടിലേക്ക് വരികയായിരുന്നു. ദ മിനി ബസ് വാസ് സ്റ്റോപ്ഡ് ബൈ സം armed and masked men, and the occupants of the van were ordered at gunpoint to line up at the side of the road. അപ്പോൾ കുറച്ച് മാസ്ക് ഒക്കെ ധരിച്ചിട്ട് തോക്കൊക്കെ പിടിച്ചിട്ട് കുറച്ച് പേര് വന്ന് ഇവരുടെ വാനിനെ തടഞ്ഞു. അവരിൽ നിന്ന് എല്ലാവരോടും ബസ്സിന് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അവരെല്ലാവരും ഇറങ്ങി ഒരു വരിയായിട്ട് നിന്നു. ഓക്കെ, വരിയായിട്ട് അവർ നിൽക്കാൻ പറഞ്ഞു. അനുസരിച്ച് തോക്കൊക്കെ പിടിച്ചിട്ടാണല്ലോ, ഭീഷണിപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വരിയായിട്ട് നിന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അയർലാൻഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു. പ്രശ്നങ്ങൾ നടന്നിരുന്നത് ആരൊക്കെ തമ്മിലാണെന്ന് വെച്ചാൽ കാത്തോലിക്കും പ്രൊട്ടസ്റ്റന്റും തമ്മിലായിരുന്നു പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വയ്ക്കാം. കാത്തോലിക്കും അതേപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റും തമ്മിലാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തോക്കൊക്കെ പിടിച്ച ആൾക്കാർ പറഞ്ഞു, ഈ വരിയായിട്ട് നിൽക്കുന്ന ആളുകളിൽ ഏതെങ്കിലും കത്തോലിക്സ് ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഇതിൽ കത്തോലിക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരാളാണ് കത്തോലിക്കായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്തോലിക്സിനെ വെടിവെക്കാൻ വന്ന ആളാണ്, അതായത് പ്രൊട്ടസ്റ്റന്റിന്റെ ആൾക്കാരാണ് കത്തോലിക്സിനെ വെടിവെക്കാൻ വന്നതാണെന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചത്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു, നീ കത്തോലിക്കാന്ന് പറയൊന്നും വേണ്ട, കുഴപ്പമില്ല, നിന്നെ അല്ലെങ്കിൽ വെടിവെക്കും, അപ്പോൾ നീ ഇവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾ എന്ത് ചെയ്തു, അത് കുഴപ്പമില്ല, താൻ കത്തോലിക്കാണല്ലോ, അപ്പം അത് തുറന്ന് പറയാം എന്നുള്ള രീതിക്ക് ആള് കൈപൊക്കി നീങ്ങി നിന്ന സമയത്ത് ആ ഒരു ആള്
ഒരാളല്ലേ കത്തോലിക്കായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും പ്രൊട്ടസ്റ്റൻസ് ആണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ബാക്കി എല്ലാവരെയും വെടിവെച്ചു കൊന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് വന്ന ആൾക്കാരെ ആക്ച്വലി ആരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം? കാത്തോലിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. ഒഡീസിയസ് രാജാവിൻ്റെ ദുഃഖം നമ്മുടെ ഹോമർ കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട്, ട്രോയ് നഗരത്തിൻ്റെ വീഴ്ചയിൽ, യുദ്ധത്തിന് ശേഷമുള്ള ട്രോയ് നഗരത്തിൻ്റെ ആ ഒരു അവസാനത്തിൻ്റെ ആ ഒരു നിമിഷത്തിൽ നമ്മുടെ ഒഡീസിയസ് രാജാവ് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒഡീസിയസ് രാജാവിൻ്റെ ആ ഒരു വിഷമത്തെ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം എന്തിനോട് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യുദ്ധത്തിൽ തൻ്റെ ഭർത്താവിനെ കൊല്ലാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മരിക്കാറായ ഭർത്താവിനെ അടുത്ത് ചെന്നിട്ട് ഒരു ഭാര്യ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാര്യയുടെ നേർക്ക് പിന്നീട് അവരുടെ കുന്തമുനകളും വാളുകളും എല്ലാം അവളുടെ മേത്ത് തട്ടുന്നുണ്ട്. കാരണം നിലത്ത് വീണ് കിടക്കുന്ന ഭർത്താവിനെ അവൾ ചേർത്ത് അതിൻ്റെ മുകളിലേക്ക്, ഭർത്താവിനെ കവർ ചെയ്ത് കിടക്കുന്നത് പോലെയാണ് അവൾ കിടക്കുന്നുണ്ടായിരുന്നത്, കൊല്ലല്ലേ എന്നുള്ള രീതിക്ക്. പക്ഷെ ആ ഒരു സമയത്ത് അവളുടെ പുറത്ത് കുന്തത്തിൻ്റെ മുനകളും എല്ലാം തട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് അവളെ ഒരു തടവിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അനുഭവിച്ച അത്രയും വേദന ആ ഒരു ട്രോയ് നഗരത്തിൻ്റെ വീഴ്ചയിൽ ഒഡീസിയസ് രാജാവും അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ യുദ്ധത്തിന്റെ സമയത്തും അനുഭവിക്കുന്ന വേദനകൾ, ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനകളാണ് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ റൈറ്റർ ശ്രമിച്ചത്. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇതും ആവർത്തിക്കാണല്ലോ എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഒഡീസിയസിന്റെ ആ ഒരു കഥകൾക്ക് ശേഷം ഇപ്പോഴും യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് പിന്നെയും ആവർത്തിക്കാണല്ലോ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റും കഴിഞ്ഞു. അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദാറ്റ് ഹീനി സ്ട്രെയിൻസ് ടു ഹിയർ ഇൻ പോയട്രി? കവിതയിൽ എന്ത് കേൾക്കാനാണ് നമ്മുടെ റൈറ്റർ ശ്രമിക്കുന്നത്? അതായത് ഒരു കവിത വായിക്കുമ്പം എന്ത് കേൾക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇൻ പോയട്രി ഹീനി സ്ട്രെയിൻസ് ടു ഹിയർ എ സോങ് സീക്കിംഗ് റിപ്പോസ് ഇൻ ദ സ്റ്റെബിലിറ്റി കൺഫേർഡ് ബൈ എ മ്യൂസിക്കലി സാറ്റിസ്ഫൈങ് ഓർഡർ ഓഫ് സൗണ്ട്സ്. അതായത് സംഗീതാത്മകമായിട്ടുള്ള ഒരു സുസ്ഥിരത എന്ന് പറയില്ലേ, അതായത് ഒരു നിലനിൽപ്പ്, അത് പകർന്നു നൽകുന്ന കവിതകൾ കേൾക്കാനാണ് നമ്മുടെ റൈറ്റർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അറിയാനായിട്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അദ്ദേഹം ഓരോ കവിത കേൾക്കുമ്പോഴും കാതോർക്കുന്നു എന്നും പറയുന്നുണ്ട്. ദെൻ ടു ഹിം പോയറ്റിക് ഫോം ഈസ് ബോത്ത് ദ ഷിപ്പ് ആൻഡ് ദി ആങ്കർ. അപ്പോൾ പോയറ്റിക് ഫോം എന്ന് പറയുന്നത് ഒരേ സമയം കപ്പലും നങ്കൂരവുമായിട്ട് നമ്മുടെ റൈറ്റർ പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് വായിച്ച് തന്നെ പഠിക്കാം കേട്ടോ. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങളെ തെറ്റിപ്പിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി ചോദിക്കുന്നുണ്ടായിരിക്കാം. Then last question, what is that Heaney attributes to poetry credit? The power to perceive that vulnerable part of our consciousness of its rights in spite of the evidence of wrongness all around it. അപ്പം ആറാമത്തെ ചോദ്യത്തിൽ പറയുന്നത് കവിതയ്ക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. കവിതയ്ക്ക് ചുറ്റുപാടും നടക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് തുറന്നെഴുതാനായിട്ട് ഓരോ കവിതയ്ക്കും പറ്റുന്നു എന്നാണ് പറയുന്നത്. ചുറ്റുപാടും തെറ്റായ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അതിന് മുറിപ്പെടാവുന്ന മനസാക്ഷിയെ സത്യത്തിൽ നിലനിർത്താനുള്ള കഴിവ് നമ്മുടെ കവിതയ്ക്കുണ്ട് എന്ന് പറയുന്നു. അതായത് എന്താണ് സത്യം, എന്താണ് തെറ്റ് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും തുറന്നടിച്ചെഴുതാനായിട്ട് കവിതകൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മൂല്യങ്ങളെ അന്വേഷിക്കുന്നവരും ശേഖരിക്കുന്നവരും ആയിരിക്കണമെന്നാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. നമ്മൾ എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കണം. അപ്പോൾ ആ സത്യം മനസ്സിലാക്കി തരാൻ, അല്ലെങ്കിൽ ഒരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ ഉണക്കാനായിട്ട് നമ്മുടെ കവിതയ്ക്ക് സാധിക്കുന്നു എന്ന് പറയുന്നു. അത്രയും കഴിവുള്ള ഒന്നാണ് കവിതകൾ എന്ന് നമ്മുടെ പോയിന്റ് പറയുന്നുണ്ട്. നമ്മുടെ പോയിന്റിനെ ഈ ഒരു നിമിഷം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് സംസാരിക്കാനായിട്ടൊക്കെ സഹായിച്ചത് കവിതകളാണെന്നും പറയുന്നുണ്ട്. നമ്മുടെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു വളരെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജീവിച്ച് വളർന്ന ഒരാളാണ് അയർലൻഡിൽ. പക്ഷെ ആ ഒരു സ്ഥലത്ത് നിന്നും ഇപ്പം ഈ ഒരു നോബൽ പ്രൈസ് വാങ്ങാനായിട്ട് അദ്ദേഹം വന്നെത്തിയിരിക്കുന്നത് സ്റ്റോക്ക് ഹോമിലേക്കാണ്. ഓക്കെ, സ്റ്റോക്ക് ഹോമിലേക്കാണ് അദ്ദേഹം വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വീഡിഷ് അക്കാഡമി, അവിടെയുള്ള സ്വീഡിഷ് അക്കാഡമിയിലേക്കാണ് നോബൽ പ്രൈസ് വാങ്ങാൻ വന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയോയിലൊക്കെ ഈ ഒരു സ്റ്റോക്ക് ഹോമിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നോ, ഇങ്ങനെ ഒരു സമ്മാനം വാങ്ങാൻ പറ്റുന്നൊന്നും ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിരുന്നതല്ല. പക്ഷേ കവിതകൾ അദ്ദേഹത്തിന് ഈ ഒരു എക്സ്പീരിയൻസ് നൽകി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പഠിക്കുക, വായിച്ച് പഠിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സോ നന്നായിട്ട് നോക്കാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.